ഹായ് ഓൾ, എല്ലാവർക്കും സൂര്യ ടോക്കിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിത വിജയം നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ആക്ട് ഓഫ് റെക്കഗ്നൈസിങ് ആൻഡ് അപ്രീഷിയേറ്റിംഗ് ദ ഗുഡ് ഇൻ യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് വഴി വിജയം കൈവരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ എനിക്കിപ്പം എടുത്തു പറയാൻ പറ്റുന്ന ഒരു 2 പേര് നമ്മുടെ ലാലേട്ടനും പേളി മാണിയാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആൾക്കാരാണ് ലാലേട്ടനും പേളി മാണിയും. ലാലേട്ടൻ്റെ ബ്ലോഗിൽ കൂടി അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിച്ചതിനെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ വളരെ മധ്യവർഗ കുടുംബത്തിൽ ജനിച്ചിട്ടും സിനിമ എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരാൻ സാധിച്ചതിനെ കുറിച്ചിട്ടും, ഈ വളരെ മനോഹരമായിട്ടുള്ള പ്രഭാതം അദ്ദേഹത്തിന് നൽകിയതിനൊക്കെ അദ്ദേഹം നന്ദി പറയാറുണ്ട്. സ്ഥിരമായിട്ട് നന്ദി പറയുന്ന ആളാണ് ലാലേട്ടൻ. അതേപോലെ തന്നെ പേളി മാണി അവരുടെ വ്ളോഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ അവർക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾക്ക് എല്ലായ്പ്പോഴും രാത്രി നന്ദി പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കുഞ്ഞൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അങ്ങനൊരു കുഞ്ഞിനെ തന്നതിന് നന്ദി ഇമാജിൻ ചെയ്തിട്ട് നന്ദി പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിൽ ഫേമസ് ആയ 2 പേരാണ് ഈ പേളി മാണിയും ലാലേട്ടനും. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് ഓപ്ര വിൻഫ്രി. ഇപ്പം നമുക്ക് പേളിയുടെയും ലാലേട്ടൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ അവർ 2 പേരും വലിയ കഷ്ടപ്പാടുകളൊന്നും അനുഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഓപ്ര വിൻഫ്രിയുടെ ലൈഫ് അങ്ങനെ ആയിരുന്നില്ല. ഓപ്ര വിൻഫ്രി അവർക്ക് അവരവരുടെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് ഓപ്രേനെ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കുഞ്ഞുനാളിൽ ചൈൽഡ് അബ്യൂസ് നല്ലപോലെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വീട്ടിലെ മെയിൽ മെമ്പർ സ്ഥിരമായിട്ട് അവരെ ചൈൽഡ് അബ്യൂസിന് വിധേയമാക്കിയിട്ടുണ്ട്. അങ്ങനെ അവരൊരിക്കലും പ്രഗ്നൻ്റായി. 17 വയസ്സിന് മുമ്പ് അവർ പ്രഗ്നൻ്റായി. ആ കുഞ്ഞ് അൺഫോർച്ചുനേറ്റ്ലി മരിച്ചുപോയി. അങ്ങനെ ഒരുപാട് കഷ്ടതകളിൽ കൂടി കടന്നു പോയിട്ടാണ് ഓപ്ര വിൻഫ്രി ഇന്ന് കാണുന്ന ഈ ഒരു ഇൻഫ്ലുവൻസർ ലെവലിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു കഥ, അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതം അവർ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അവർക്ക് ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാ അനുഭവങ്ങൾക്കും അവർ നന്ദി പറയാറുണ്ട്. അങ്ങനെ നന്ദി പറഞ്ഞത് കൊണ്ട് മാത്രം ജീവിത വിജയം നേടിയെടുത്ത ആളാണ് ഓപ്ര വിൻഫ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ നന്ദി പറയുമ്പോഴത്തേക്കും അത് നമ്മളെ കൂടുതൽ ഹാപ്പിയാക്കും. നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും നമ്മൾക്ക് എന്തൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ വന്നിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങൾ എന്നുള്ളത് നമ്മൾ ഓർത്തെടുക്കും. ആ ഒരു ഓർത്തെടുക്കൽ നമ്മളെ കൂടുതൽ ഹാപ്പിയാക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൂടുതൽ ഓപ്റ്റിമിസ്റ്റിക് ആക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കാത്തിരിപ്പെന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മളത് വളരെയധികം ഓപ്റ്റിമിസ്റ്റിക് ആക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യമാണ് ബ്രെയിൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നല്ല സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബ്രെയിനും അത്തരം ടൈപ്പ് സിഗ്നൽസ് ആയിരിക്കും റിസീവ് ചെയ്യുന്നത്. പിന്നെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യും തീർച്ചയായിട്ടും. അത് എനിക്ക് എൻ്റെ ലൈഫ് വെച്ചിട്ട് തന്നെ നിങ്ങളോട് പറയാൻ പറ്റും. നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് മികച്ചതാക്കാറുണ്ട്. ഇപ്പം ഞങ്ങൾ പുറത്തുനിന്ന് വന്ന സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അടിവഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഞാൻ ഈ പറയുന്ന മൈൻഡ് പ്ലസ് പോലെയൊക്കെയുള്ള സംഭവങ്ങൾ വന്ന ശേഷമാണ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് അറിയുന്നതും അത് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ തുടങ്ങി. ശരിക്കും അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ നല്ല വശങ്ങളെ കുറിച്ചിട്ട് ഞാൻ ചിന്തിക്കുകയും അത് നമ്മളുടെ ഇടയിലുള്ള ആ ഒരു സ്പർദ്ധ ഭയങ്കരമായിട്ട് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് പല രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ്. എനിക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലുണ്ട്. ഇതെൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ആ ജേർണൽ എഴുതാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുതാൻ മടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. രാവിലെ എണീറ്റ് എനിക്ക് ഈ ഒരു പ്രഭാതം തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതം തുടങ്ങാവുന്നതാണ്. അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്
ചലഞ്ചസിനെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വരുന്ന ചലഞ്ചസിനെ റീഫ്രെയിം ചെയ്യാൻ ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് വാക്സ് ഇപ്പം നമുക്ക് ഈ എഴുതാനോ അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാനോ ഒന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു നടത്തമാകാം. അത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉപകാരമുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് വാക്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നടക്കുന്ന കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള മനോഹരമായ പൂക്കളെ തന്നതിന് നന്ദി പറയാം. പിന്നെ നമുക്ക് ഈ ഒരു പ്രഭാതം തന്നതിന് നന്ദി പറയാം. നമുക്ക് സുഖമുള്ള കാറ്റ് അനുഭവിക്കാൻ യോഗമുണ്ടായിരുന്നു നന്ദി പറയാം. അങ്ങനെ എന്തിനും നമുക്ക് പറഞ്ഞു തുടങ്ങാം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പറഞ്ഞു തുടങ്ങാം. പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും അത് നമ്മളുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും. ഇപ്പം എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എൻ്റെ ലൈഫിൽ അത്യാവശ്യം നല്ലോണം ചലഞ്ചസൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ ഈ കംപ്ലൈനിങ് നേച്ചർ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. കംപ്ലൈനിങ് നേച്ചർ അതിഭീകരമായിട്ട് ഉള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി പിന്നെയാണ് ഞാൻ ഈ കംപ്ലൈനിങ് നേച്ചർ അങ്ങ് നിർത്തി എനിക്ക് കിട്ടിയ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ നന്ദി പറയാറുണ്ട്. ഇപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ പറ്റി, അതിന് ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ അതുപോലെ സാൻവി എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ അമ്മയാകാൻ പറ്റി. അമ്മ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഞാൻ വളരെയധികം ഡിവൈനായിട്ട് കൺസിഡർ ചെയ്യുന്ന സംഭവമാണ്. ആ ഒരു ഫേസിൽ കൂടെ എനിക്ക് കടന്നു പോകാൻ പറ്റി. അതിനൊക്കെ ഞാനിപ്പം നന്ദി പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തരുന്ന സപ്പോർട്ടിന് അതിന് ഞാൻ എൻ്റെ മനസ്സിൽ നന്ദി പറയാറുണ്ട്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ടോട്ടലി നമ്മളുടെ ഒരു തോട്ട്സിനെയും ഇമോഷനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന കാര്യമാണ്. അതാണ് അതിൻ്റെ സയൻറ്റിഫിക് വശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തോട്ട്സും ഇമോഷനും ഒക്കെ വളരെ പോസിറ്റീവായി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്തെങ്കിലും ചലഞ്ചസൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്കത് ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനെ ഓവർകം ചെയ്യാനുള്ളൊരു സൊല്യൂഷൻ കിട്ടുക അല്ലെങ്കിൽ ഓവർകം ചെയ്യാനുള്ളൊരു റെസിലൻസ് കിട്ടുക എന്നൊക്കെ ഉള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പിന്നിലെ ന്യൂറോളജിക്കൽ വശം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കുക.